സ്വാഗതം. ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ദക്ഷിണകാശിയിൽ. ദക്ഷിണകാശി പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ ഏതാണ് ആ ക്ഷേത്രമെന്ന്. അതേ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ മഹാദേവ ക്ഷേത്രങ്ങളൊന്നായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന് മറ്റു ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ദശയാഗം നടന്നറിയപ്പെടുന്ന അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായ വീഡിയോയിലൂടെ കാണാം. കുട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അനുഗ്രഹിക്കുക. മഴ നനഞ്ഞ കാടുകൾക്കിടയിലൂടെ കാട്ടാറുകളുടെ ശബ്ദത്തിനിടയിൽ ഭക്തിയും പ്രകൃതിയും ഒരുമിക്കുന്ന അപൂർവമായൊരിടം. കണ്ണൂർ ജില്ലയിലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. വടക്കേ മലബാറിൻ്റെ പ്രസിദ്ധി കൊണ്ടും ഐതിഹ്യ പെരുമ കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണ് ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. മലബാറിൻ്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത്. കൊട്ടിയൂരിൽ പുണ്യനദിയായ വാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയുമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുഴയുടെ തെക്കുഭാഗത്തുള്ള ഇക്കര കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട്. വടക്കു ഭാഗത്തുള്ള അക്കര കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവ കാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും. ഈ വർഷത്തെ 2026 അക്കര കൊട്ടിയൂരിൽ മഹോത്സവം നടക്കുന്നത് മെയ് 29 മുതലാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് പ്രവേശനം മെയ് 30 മുതൽ ജൂൺ 20 വരെയാണ്. ജൂൺ 20 ഉച്ചശീവേലി നടക്കുന്നത് വരെ മാത്രമായിരിക്കും സ്ത്രീകൾക്ക് അക്കര സന്നിധിയിൽ ദർശനം നടത്താൻ സാധ്യമുള്ളത്. അക്കര കൊട്ടിയൂരിൽ ഒരു വട്ടമെങ്കിലും പോകണം. അതൊരു അനുഭൂതിയാണ്. ഭഗവാൻ മഹാദേവൻ്റെ ദക്ഷയാഗം നടന്ന പുണ്യ സ്ഥലമാണ് അക്കരെ കൊട്ടിയൂരിൽ. ഒരു വട്ടമെങ്കിലും പോകണം. ചിലവ് കുറച്ച് നമുക്ക് ആർക്ക് വേണമെങ്കിലും ട്രെയിന് പോകാം. അതിന് വലിയ പൈസ ഒന്നും ആകത്തില്ലെന്നേ. ഒരു വട്ടമെങ്കിലും. തലശ്ശേരിയിലാണ് ഇറങ്ങേണ്ടത്. തലശ്ശേരിയിൽ നിന്ന് കൊട്ടിയൂർക്ക് 80 രൂപ. തലശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും കൊട്ടിയൂർക്ക് ബസ്സുണ്ട്. 80 രൂപ കൊടുത്താൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും ഇറക്കും. ശ്രദ്ധിക്കണം, സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കാണാവൂ. അപ്പോൾ കൂടുതൽ വീഡിയോയുമായി ഇനിയും വരാം.